പ്രിയപ്പെട്ട മോമിനിങ്ങളെ, ഏറെ വേദനയോടെയാണ് ഈ ഒരു മരണവാർത്ത നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നത്. നമ്മുടെ കയ്യിൽ നിന്ന് പോവുകയാണ്. അത്രക്ക് മരണങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അതും അപകട മരണങ്ങൾ. ഒരുപാട് മരണവാർത്തകളാണ് നമുക്ക് വന്നിരിക്കുന്നത്. മരണപ്പെട്ടവർക്കൊക്കെ വേണ്ടി നമ്മൾ ദുആ ചെയ്യുന്നുണ്ട്. നമുക്ക് വന്ന മരണവാർത്തയിൽ ശ്രദ്ധിക്കേണ്ട 2 മരണമാണ് നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നത്. എട്ടും പൊട്ടും തിരിയാത്ത, ജീവിതം എന്തെന്നറിയാത്ത, കളിച്ച് നടക്കുന്ന നിങ്ങളുടെ മക്കൾ വാഹനം ഓടിക്കുന്നത് വലിയ സ്റ്റൈലാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? എങ്കിൽ തെറ്റി. അനുഭവിക്കേണ്ടി വരും. മാതാപിതാക്കളും ആ കുടുംബവും അനുഭവിക്കേണ്ടി വരും. 17 വയസ്സുള്ള ഒരു ചെറുക്കൻ, ലൈസൻസ് പോലുമില്ല, ബുദ്ധി വളർച്ചയും എത്തിയിട്ടുണ്ടാവില്ല. അങ്ങനെയുള്ള ഒരു ചെറുക്കനാണ് ഒരു 21 വയസ്സുകാരിയുടെ ജീവനെടുത്തത്. പ്രിയപ്പെട്ടവരെ, ഇതുപോലുള്ള മക്കൾ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ അരുത്, അവരെ കൊണ്ട് വാഹനം എടുപ്പിക്കരുത്. അവസാനം വല്ലതും സംഭവിച്ചാൽ മാതാപിതാക്കളാവും കുടുങ്ങുക. മരണപ്പെട്ട കുടുംബം മാത്രമല്ല കണ്ണീരിലാകുക, കുടുംബം വിൽക്കേണ്ടി വരും. ഈ ഒരു ചെറുക്കൻ ഈ ഒരു വാഹനം ഇടിച്ച പാടെ തിരിഞ്ഞു നോക്കാതെ നിർത്താതെ ഓടിക്കളഞ്ഞു. അതിൻ്റെ പ്രായവും അതാണ്. 17 വയസ്സേ ഉള്ളൂ. ഒരു കുട്ടിയുടെ ജീവനാണ് ഇല്ലാതാക്കിയത്. മെച്ചപ്പെട്ട ജോലി സ്വപ്നങ്ങളുമായി കാസർഗോഡിൽ നിന്നും കൊച്ചിയിലെത്തിയതായിരുന്നു ഇഷാന ഇസ്മത്ത് എന്ന 21 വയസ്സുകാരി. ആ പൊന്നുമോളുടെ ജീവനാണ് ഇന്ന് റോഡിൽ പൊലിഞ്ഞു പോയത്. ഒരു 17 വയസ്സുകാരന്റെ കുസൃതി. കാസർഗോഡ് ചെങ്കള നെല്ലിക്കെട്ട് ചെർലൊടുക്കം സ്വദേശിനി ഇഷാന സുഹൃത്തുക്കളോടൊപ്പം യാത്ര ചെയ്യുന്നതിനിടെയാണ് ഈ ഒരു അപകടമുണ്ടായത്. അത്താണി എയർപോർട്ട് VIP റോഡിന്റെ തുടക്കത്തിൽ പെട്രോൾ പമ്പിന്റെ സമീപത്ത് വെച്ച് ഒരു അമിത വേഗത്തിൽ വരുന്ന സ്വിഫ്റ്റ് കാറ് ഇവർ സഞ്ചരിച്ച ബൈക്കിന്റെ പിറകിലിടിക്കുകയായിരുന്നു. ബൈക്കിന് പിന്നിലിരുന്ന ഇഷാനയ്ക്കാണ് അതിഗുരുതരമായ പരിക്കേറ്റത്. ആശുപത്രിയിൽ എത്തിക്കുകയും മരണപ്പെടുകയും ചെയ്തു. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ബൈക്ക് ഓടിച്ചിരുന്ന കാസർഗോഡ് സ്വദേശിയായ സർഫാത്ത് പരിക്കുകളോടെ ചികിത്സയിലാണ്. പടച്ചറബ്ബ് എത്രയും പെട്ടെന്ന് സലാമത്താക്കി കൊടുക്കട്ടെ, പൂർണ്ണ ഷിഫയാക്കി കൊടുക്കട്ടെ. ഈ കാർ ഓടിച്ചിരിക്കുന്നത് അരൂർ സ്വദേശിയായ 17 വയസ്സുകാരനാണത്രേ. ആ ചെറുക്കൻ കുടുംബത്തോടൊപ്പം അത്താണിയിൽ വിവാഹ ചടങ്ങിന് പങ്കെടുക്കാൻ പോകുന്നതാണത്രേ. ഇതുപോലുള്ള ചെറിയ ചക്കന്മാരെ കൊണ്ട് ഡ്രൈവ് ചെയ്യിപ്പിക്കുന്നത് വലിയ സ്റ്റൈലാണെന്ന് ആരും കരുതണ്ട. ഇതുപോലുള്ള ഒരു കുടുക്കത്തിൽ കുടുങ്ങിയാൽ ചിലപ്പോൾ കുടുംബം തന്നെ വിൽക്കേണ്ടി വരും. അതുകൊണ്ട് എൻ്റെ മാതാപിതാക്കൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോ. ചെറിയ മക്കൾക്ക് വാഹനം കൊടുക്കാതിരിക്കുക, അതും ലൈസൻസ് ഇല്ലാതെ. എൻ്റെ അഭിപ്രായത്തിൽ ലൈസൻസ് ഉണ്ടായാലും ഇതുപോലുള്ള ചെറിയ മക്കൾക്ക് കൊടുക്കരുത് എന്നാണ്. കുറച്ച് വകതിരിവൊക്കെ എത്തട്ടെ, ജീവിതം എന്താണെന്ന് അറിയട്ടെ അവർ. ഇത് എട്ടും പൊട്ടും തിരിയാത്ത ചെറിയ മക്കൾക്ക് വാഹനം ഏൽപ്പിക്കും, പല അപകടങ്ങളും സംഭവിക്കും. ഇപ്പോഴത്തെ ചെറിയ മക്കൾക്ക് ഒരു പേടിയില്ലെന്നേ. പേടി ഉണ്ടാകണ്ടേ, എന്നാലല്ലേ ഇതുപോലുള്ള അപകടങ്ങളിൽ നിന്നും നമുക്കൊക്കെ രക്ഷയുള്ളൂ. ഇത് ഭയം എന്നത് തൊട്ട് തെറിപ്പിച്ചിട്ടുണ്ടാവില്ല. മരണപ്പെട്ടുപോയ ഇഷാന കാസർഗോഡ് യുണൈറ്റഡ് മെഡിക്കൽ സെന്ററിലെ ജീവനക്കാരിയായിരുന്നു. ഇഷാന മെച്ചപ്പെട്ട ഒരു ജോലിക്ക് വേണ്ടിയായിരുന്നു എറണാകുളത്തേക്ക് എത്തിയത്. പക്ഷേ ഇതൊരു ജീവനെടുക്കുന്ന യാത്രയാകുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടാകില്ല. മരണം അങ്ങനെയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ആളുകൾ പലതരത്തിലാണ് മരണപ്പെട്ടു പോകുന്നത്. നമ്മളൊക്കെ ഏത് രീതിയിൽ മരണപ്പെട്ടാലും നമ്മുടെ ഖൽബിൽ ഈമാൻ ഉണ്ടാകണം. പടച്ച റബ്ബ് നമ്മുടെയൊക്കെ ഖൽബിൽ ഈമാൻ നിലനിർത്തി തരട്ടെ. നടക്കുന്ന നടപ്പിലും ചിരിക്കുന്ന ചിരിയിലും കളിക്കുന്ന കളിയിലും ഓടുന്ന ഓട്ടത്തിലും പാടുന്ന പാട്ടിലും ആളുകൾ അറിയാതെ മരണപ്പെട്ടു പോവുകയാണ്. ആ ഒരു സമയത്ത് നമ്മുടെയൊക്കെ ഖൽബിൽ ഈമാൻ ഉണ്ടാകണം. പടച്ച റബ്ബ് നമ്മുടെയൊക്കെ ഖൽബിൽ ഈമാൻ നിലനിർത്തി തരട്ടെ. മരണപ്പെട്ടുപോയ ഇഷാന പരേതനായ അബൂബക്കറിന്റെയും നഫീസയുടെയും മകളാണ്. പടച്ച റബ്ബ് അവർക്ക് ക്ഷമയും സമാധാനവും സഹനശക്തിയും കൊടുക്കുമാറാകട്ടെ. ഏറെ സന്തോഷത്തിൽ യാത്ര ചെയ്തവളെ 17 വയസ്സുകാരൻ ഖബറിലാക്കി. പ്രിയപ്പെട്ടവരെ, ആയുസെത്താതെയാണ് ഇന്ന് പലരും മരണപ്പെട്ടു പോകുന്നത്. എല്ലാവരും ശ്രദ്ധിക്കുക. നമ്മുടെ ആരോഗ്യം, പടച്ച റബ്ബ് തന്ന ആരോഗ്യം നല്ല രീതിയിൽ സംരക്ഷിക്കുക. പടച്ച റബ്ബ് നമുക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. ആ കുടുംബത്തിന്റെ ഇന്നത്തെ അവസ്ഥ എന്തായിരിക്കുമെന്ന് നമുക്ക് ചിലപ്പോൾ ചിന്തിക്കാൻ പോലും പറ്റില്ല. അവർക്ക് ക്ഷമയും സമാധാനവും ലഭിക്കാൻ എല്ലാവരും ദുആ ചെയ്യണം. പ്രിയപ്പെട്ടവരെ, നിങ്ങളൊക്കെ ദുആ ചെയ്യുമെന്നുള്ള വിശ്വാസമാണ് നമ്മൾ ഇതുപോലുള്ള വാർത്തകൾ നിങ്ങളുടെയൊക്കെ മുന്നിലെത്തിക്കുന്നത്. ഇതുപോലുള്ള വാർത്തകൾ കേൾക്കാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ കൂടെ കൂടാം. മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യാം. പിന്നെ മരണപ്പെട്ടിരിക്കുന്നത് ഈ ഒരു യുവാവാണ്. മൻസിൽ ഷഫീർ എന്ന 28 വയസ്സുകാരൻ മരണപ്പെട്ടിരിക്കുന്നത് ഇടിമിന്നലേറ്റ് തന്നെ ഈ അടുത്തായിട്ട് തന്നെ ഒരുപാട് മക്കൾ മരണപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള സമയങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. നമ്മളെ തന്നെ ശ്രദ്ധിക്കുക. ഈ ഒരു വാർത്ത വന്നിരിക്കുന്നത് മലപ്പുറം മിനി ഊട്ടിയിൽ നിന്നാണ്. മിനി ഊട്ടിക്ക് സമീപം ഇടിമിന്നലേറ്റ് ഈ ഒരു യുവാവ് മരണപ്പെട്ടു. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഉളിയേരി കക്കഞ്ചേരി ഇല്ലത്ത് താഴെ ഇരുമ്പിയാട്ട് ആഷിദ മൻസിലിലെ 28-കാരനായ ഷഫീറാണ് ഇതുപോലെ മരണപ്പെട്ടത്. ഷഫീർ മരണപ്പെട്ടിരിക്കുന്നത് ഇങ്ങനെയായിരുന്നു. കോഴി വണ്ടിയിലെ ഡ്രൈവറായിരുന്നു ഷഫീർ. ലോഡ് ഇറക്കി വെച്ചതിന് ശേഷം വാഹനം കഴുകുന്നതിനിടെയാണ് ഇയാൾക്ക് മിന്നലേറ്റത്. ജോലിക്കിടയിലാണ് ഇത് സംഭവിച്ചത്. പടച്ചറപ്പേ,
ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി നെട്ടോട്ടം ഓടുന്ന പാവപ്പെട്ട ചെറുപ്പക്കാരാണ് റബ്ബേ ഇതുപോലെ മരണപ്പെട്ടു പോകുന്നത്. പടത്തറബ്ബേ നമ്മുടെ യുവാക്കൾക്കൊക്കെ നീ ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണേ റബ്ബേ. മിന്നലേറ്റ ഉടനെ തന്നെ ഇദ്ദേഹത്തെ മഞ്ചേരിയിലെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല, മരണപ്പെട്ടുപോയി. ഇദ്ദേഹത്തിന് ഭാര്യയും 3 വയസ്സുള്ള മകളുമുണ്ട്. പടത്തറബ്ബ് തന്നെ അവരെ സംരക്ഷിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ എല്ലാവരും ദുആ ചെയ്യണം. പടത്തറബ്ബ് പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് എല്ലാവരെയും കാക്കുമാറാകട്ടെ. അർഹമുറാഹിമായ റബ്ബേ, പടച്ചറബ്ബേ, ഇഷാന എന്ന പൊന്നുമോള് നിന്റെ റഹ്മത്തിലേക്ക് വന്നിരിക്കുകയാണ് റബ്ബേ. ആ പൊന്നുമോളുടെ ഖബർ നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ. പടച്ചറബ്ബേ, ആ പൊന്നുമോൾക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാ. ആ പൊന്നുമോൾക്ക് മഹ്ഫിറത്തും മർഹമത്തും കൊടുത്ത് നീ അനുഗ്രഹിക്കണേ അല്ലാ. പടച്ചറബ്ബേ, ഇതുപോലുള്ള അപകട മരണത്തിൽ നിന്നും നീ എല്ലാവരെയും നീ കാക്കണേ റബ്ബേ. ഈ പൊന്നുമോളുടെ കുടുംബത്തിന് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ. ഈ പൊന്നുമോളുടെ ജീവിതത്തിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ നീ പൊരുത്തപ്പെട്ട് മാപ്പാക്കി കൊടുക്കണേ റബ്ബേ. പടച്ചറബ്ബേ, ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അദാബിനെ തൊട്ടും പൊന്നുമോളെ കാക്കണേ റബ്ബേ. ഷെഫീർ എന്ന ഈ ഒരു യുവാവും നിന്റെ റഹ്മത്തിലേക്ക് വന്നിരിക്കുകയാണ് റബ്ബേ. അവരുടെ പാപങ്ങളൊക്കെ പുറത്ത് ഖബർ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ. ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അദാബിനെ തൊട്ടും നീ കാക്കണേ റബ്ബേ. പടച്ചറബ്ബേ, സ്വർഗം കൊടുക്കണേ റബ്ബേ, നരകം ഹറാമാക്കി കൊടുക്കണേ റബ്ബേ. ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അദാബിനെ തൊട്ടും നീ കാക്കണേ റബ്ബേ. പടച്ചറബ്ബേ, ഇതുപോലുള്ള അപകട മരണത്തിൽ നിന്നും നീ എല്ലാവരെയും കാക്കണേ റബ്ബേ. ഇവരുടെ കുടുംബത്തിന് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബേ. ഇവരുടെ കുടുംബത്തിന്റെ നാളെ മുന്നോട്ടുള്ള ജീവിതം നീ റാഹത്തിലാക്കി കൊടുക്കണേ റബ്ബേ, സന്തോഷത്തിലാക്കി കൊടുക്കണേ റബ്ബേ. ഇവരുടെയൊക്കെ മനസ്സ് മാറാതെ നീ തന്നെ നോക്കണേ റബ്ബേ. പടച്ചറബ്ബേ, നമ്മുടെയൊക്കെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണേ റബ്ബേ. ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബേ. പടച്ചറബ്ബേ, ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ റബ്ബേ. ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ റബ്ബേ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ടവരെ എല്ലാവരും ദുആ ചെയ്യാൻ പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും ഓതി ഹദിയ ചെയ്യുക. ഇൻഷാ അല്ലാഹ്. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.